നമ്മുടെ കപ്പയില്ലേ മരിച്ചീനി, അതിൽ സയനൈഡ് ഉണ്ടെന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? ഇന്ന് കൂടെ നിങ്ങൾ ചിലപ്പോൾ കുറച്ച് പേരെങ്കിലും കപ്പ കഴിച്ചിട്ടുണ്ടാകും. സയനൈഡ് ഉണ്ടായിട്ടും എന്തുകൊണ്ട് നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്നു? എന്തുകൊണ്ട് നമുക്കൊരാപത്തും വരുന്നില്ല? ഇത്തരത്തിലുള്ള ഒരു പട്ടികയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് വന്നിരിക്കുന്നത്. അതായത് ഡേഞ്ചറസ് ആയിട്ടുള്ളത് ആ ഭക്ഷണങ്ങളാണെന്ന് അറിഞ്ഞിട്ട് കൂടി നമ്മൾ കഴിക്കുന്ന ചില ഭക്ഷണങ്ങളെക്കുറിച്ച്. 5ാം സ്ഥാനത്ത് കപ്പ അല്ലെങ്കിൽ മരിച്ചീനി എന്നൊക്കെ പറയുന്ന ഈ ഒരു സംഭവം നമ്മൾ കേരളീയർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം തന്നെയാണ്. കപ്പ പുഴുങ്ങിയതിന് ശേഷം ഈ മുളക് ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് അല്ലേ? എന്നാൽ ഈ ഒരു കപ്പയിൽ സയനൈഡ് കണ്ടന്റ് ഉണ്ട്. നമ്മൾ ഈ കപ്പ ഹാർവെസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത്, പച്ചയ്ക്കായിട്ടിരിക്കുന്ന സമയത്ത് അതിൽ സയനൈഡ് കണ്ടന്റ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ കഴിച്ചാൽ നമ്മുടെ ദേഹത്ത് സയനൈഡ് ഇൻടോക്സിഫിക്കേഷൻ, അതുപോലെ ഗോയിറ്റർ ഇതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചില സന്ദർഭങ്ങളിൽ ലൈഫ് ത്രെറ്റനിങ് ആവാനും സാധ്യതയുണ്ട്, അതായത് ജീവൻ ആപത്താവാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ കപ്പ നല്ലതുപോലെ വേവിച്ച് കഴിക്കണമെന്ന് ആളുകൾ പറയുന്നത്. ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, ഈ കപ്പ വേവിക്കുന്ന സമയത്ത് 2 വെള്ളത്തിലൊക്കെ ഊറ്റിയെടുത്താണ് ഇത് കഴിക്കുന്നത്. ഈ ഒരു ഊറ്റിയെടുക്കുന്ന വെള്ളം അതൊന്നും തൊട്ട് നാക്കി വെക്കാൻ പോലും പാടില്ലെന്നും ആളുകൾ പറയാറുണ്ട്. അതിൻ്റെ പിന്നിലുള്ള കാര്യം ഇതാണ്. 4ാം സ്ഥാനത്ത് ആക്കി ഫ്രൂട്ട്. ഒറ്റ നോട്ടത്തിൽ തന്നെ വളരെ വ്യത്യസ്തത തോന്നിപ്പിക്കുന്ന ഒരു പഴമാണിത്. ഇത് കണ്ടുവരുന്നത് ജമൈക്കയിലാണ്. ഇതിൻ്റെ പുറംതോടിൻ്റെ നിറമെന്ന് പറയുമ്പോൾ ചുമപ്പും, കഴിക്കുന്ന ഭാഗത്തിൻ്റെ നിറം ഏകദേശം മഞ്ഞയോ ഓറഞ്ചോ ആയിരിക്കും. സാമാന്യം നല്ല വലിപ്പമുള്ള കുരുവാണ് ഇതിനുള്ളത്. കറുത്ത നിറമാണ് കുരുവിന്. ആദ്യമായിട്ടാണ് നമ്മൾ ഈ ആക്കി ഫ്രൂട്ട് കഴിക്കുന്നതെങ്കിൽ അത് നേരത്തെ കഴിച്ച് പരിചയമുള്ള ഒരാളുടെ ഗൈഡൻസോടുകൂടി കഴിക്കണമെന്ന് പറയപ്പെടുന്നുണ്ട്. അതിൻ്റെ കാരണം എന്തെന്നാൽ ഇതിൻ്റെ തോലിലും അതുപോലെ കുരുവിലുമൊക്കെ ആയിട്ട് ഹൈപ്പോഗ്ലൈസിൻ എ എന്ന് പറഞ്ഞൊരു ടോക്സിൻ കണ്ടുവരുന്നുണ്ട്. ഈ ഒരു ഹൈപ്പോഗ്ലൈസിൻ എന്ന ടോക്സിൻ നമ്മുടെ ദേഹത്ത് കയറുകയാണെങ്കിൽ നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കാനും അതുപോലെ ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. പിന്നെ ഒരു പരിധിയിൽ കൂടുതലാണ് ഹൈപ്പോഗ്ലൈസിനെ കയറുന്നതെങ്കിൽ അത് ഒരുപക്ഷെ നമ്മുടെ ജീവന് തന്നെ ആപത്തായേക്കാം. അതുകൊണ്ട് തന്നെ പല ആളുകളും പറയുന്നു, ആക്കി ഫ്രൂട്ട് പറിക്കുമ്പോഴത്തേക്കും നല്ലപോലെ പഴുത്ത് തോട് പൊട്ടി ആക്കി ഫ്രൂട്ട് മാത്രമേ പറിക്കാവുള്ളെന്ന്. ഇത്രയും ടോക്സിക് ആയിട്ടുള്ളൊരു സംഭവമുള്ള ഈ ഒരു ഫ്രൂട്ടിന് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. ജമൈക്കയിൽ ദേശീയ ഭക്ഷണമായി അറിയപ്പെടുന്ന ആക്കി ആൻഡ് സോൾട്ട് ഫിഷിൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ആക്കി ഫ്രൂട്ട് ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത് നട്ട്മെഗ്. ഇവിടെ അധികം ആളുകൾ കേട്ടിട്ടില്ലാത്ത ഒരു സംഭവമാണ്. നട്ട്മെഗ് എന്ന് പറയുന്ന ഒരു അരിയിൽ നിന്നാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത്. ബേസിക്കലി ഒരു പൗഡർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ മാംസത്തിലും അതുപോലെ മറ്റുള്ള ഭക്ഷണങ്ങളിലുമെല്ലാം അല്പം ഒരു ഫ്ലേവർ ആഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്പൈസാണ് നട്ട്മെഗ് പൗഡർ എന്ന് പറയാം. എന്നാൽ പോലും നട്ട്മെഗ് ഒരു പരിധിയിൽ കൂടുതൽ നമ്മുടെ ദേഹത്ത് കയറിയാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ഇത് ഛർദിൽ മുതൽ എന്തിനേറെ പറയണം, കോമ പോലത്തെ അവസ്ഥയിൽ വരെ നമ്മളെ എത്തിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇതിൽ നിന്നുണ്ടാകുന്ന ചില സൈഡ് എഫക്റ്റുകൾ, സൈക്കോളജിക്കലായിട്ടുള്ളതും അതുപോലെ ഫിസിക്കലുമായിട്ടുള്ള ചില സൈഡ് എഫക്ട്സ് വളരെ ലോങ് ലാസ്റ്റിങ്ങുമായിരിക്കും. അതുകൊണ്ട് തന്നെ നട്ട്മെഗ് ഉപയോഗിക്കുന്ന സമയത്ത് വളരെ സൂക്ഷിച്ച് ആവശ്യത്തിനുള്ള എമൗണ്ട് മാത്രമേ ഉപയോഗിക്കാവുള്ളെന്ന് ഷെഫുകൾക്ക് ഭയങ്കരമായിട്ടുള്ള ഡയറക്ഷൻസ് കൊടുത്താണ് കുക്ക് ചെയ്യാൻ വിടുന്നതെന്നാണ് പറയുന്നത്. അടുത്തത് പഫർ ഫിഷ്. പഫർ ഫിഷ് എന്ന് പറയുന്ന മീനെ നമുക്കറിയാം, തൊടുമ്പോഴത്തേക്ക് മറ്റേ പെരുകുന്ന മീനുണ്ടല്ലോ പഫർ ഫിഷ്. ജപ്പാനിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്രത്യേകതരം ഡിഷ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു മീനെയാണ്. അവിടെ ഫൂഗു എന്നാണ് ഈ ഒരു മീനെ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു മീനെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ലിവറിലും മറ്റ് ശരീരഭാഗങ്ങളിലുമായിട്ട് ഒരു പ്രത്യേകതരം ന്യൂറോടോക്സിൻ ഉണ്ട്. ഈ ഒരു ന്യൂറോടോക്സിൻ എന്ന് പറയുമ്പോൾ സൈനൈഡിനെ കാട്ടിയും 1200 മടങ്ങ് വീര്യം കൂടിയ പോട്ടൻ്റ് ആയിട്ടുള്ള ന്യൂറോടോക്സിക് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മീനെ വൃത്തിയാക്കുന്നതിനും കുക്ക് ചെയ്യുന്നതിനുമെല്ലാം ഷെഫുകൾക്ക് പ്രത്യേകമായിട്ട് ട്രെയിനിങ് കൊടുക്കുമെന്നാണ് പറയുന്നത്. അറിയാത്ത ആളുകൾ ഈ ഒരു മീനെ ക്ലീൻ ചെയ്ത് കഴിക്കാൻ തുടങ്ങിയാൽ അതിൽ പക്ഷേ അവരുടെ ജീവന് തന്നെ ആപത്താകും. പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റുകളെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. നേരത്തെ തന്നെ പറഞ്ഞു, 1200 മടങ്ങ് സൈനൈഡിനെ കാട്ടിയും 1200 മടങ്ങ് പോട്ടൻ്റ് ആയിട്ടുള്ള പോയിസൺ ആണിതെന്ന്. 1ാം സ്ഥാനത്ത് കിഡ്നി ബീൻ. ഇത് കേട്ടപ്പോൾ ഞാനും ഒന്ന് പേടിച്ചു പോവുകയായിരുന്നു. കാരണം ഈ ബീൻസ് വെറൈറ്റിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കിഡ്നി ബീനാണ്. പക്ഷേ നമ്മളിത് നല്ലതുപോലെ വേവിച്ച് കഴിക്കുന്നത് വരെ യാതൊരുവിധ കുഴപ്പവും ഉണ്ടാകത്തില്ല. പക്ഷേ പച്ചയ്ക്ക് കഴിച്ചാൽ ഒരുപാട് പ്രശ്നമുണ്ടാകും. കാരണം വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു പ്ലാന്റ് പ്രോട്ടീൻ ഈ ഒരു കിഡ്നി ബീൻ്റെ ഉള്ളിലുണ്ട്. നമ്മൾ പ്രോപ്പറായിട്ട് കുക്ക് ചെയ്യാതെയാണ് ഇത് കഴിക്കുന്നതെങ്കിൽ അത് ഛർദിലിനും നോസിയയ്ക്കും അതുപോലെ ദഹനത്തിന് ചെറിയ പ്രശ്നങ്ങളുമെല്ലാം ഉണ്ടാക്കും. 5 മണിക്കൂറിനുള്ളിൽ തന്നെ ഡോക്ടറെ പോയി കാണണമെന്നാണ് പറയുന്നത് ഇതൊക്കെ കാണിച്ചു തുടങ്ങിയാൽ. ഇല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. മിനിമം ഒരാളുടെ ദേഹത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണമെങ്കിൽ ഏകദേശം 5 കിഡ്നി ബീനെങ്കിലും പച്ചയ്ക്ക് കഴിക്കണമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തകരാറുകളൊന്നും ഉണ്ടാകത്തില്ല എന്ന് വിശ്വസിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ലിസ്റ്റിലെ ചില ഭക്ഷണങ്ങളെന്ന് പറയുന്നത്. ഇതിൽ പുറമെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ എഴുതിയിട്ടേക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരറിവുമായി കാണുന്നത് വരെ ബൈ.